ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദേവുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കി. എന്നിട്ട് ഞാനിപ്പോൾ പോണത് അംഗൻവാടിയിൽ ചെടിയുള്ള തൈ കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട് അവിടേക്ക് പോവുകയാണ്. ഞാനുണ്ട്, വല്യമ്മയാണ്, പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി, ഞങ്ങൾ 3 പേരും പാടെ പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ നാട്. ഞാൻ കുതിരേനെ കൊണ്ടുപോകണതിൻ്റെ വീഡിയോ കിട്ടായിരുന്നില്ലേ, അപ്പോൾ അത് കുതിരക്കണ്ടാണ്. ഇപ്പോൾ അത് പാടം വെള്ളമൊക്കെ ആയിട്ട് പാടാണ്. അപ്പോൾ ഞങ്ങൾ നടന്ന് അംഗൻവാടിയുടെ അവിടേക്ക് എത്താറായി. അപ്പോഴാണ് അറിയണത് ഈ അംഗൻവാടിയിലല്ല, തൊട്ടപ്പുറത്ത് കുറച്ചങ്ങോട്ട് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് വേറൊരു അംഗൻവാടി ഉണ്ട്. അവിടെയാണ് തെയ്യോൾ കൊടുക്കണതെന്ന് അറിയണത്. അപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങ് നടന്ന് അവിടേക്ക് എത്തി. അപ്പോഴേക്ക് തെയ്യോളൊക്കെ കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ എന്തൊക്കെ തെയ്യാളുള്ളതെന്ന് അറിയോ? വഴുതനങ്ങയുണ്ട്, തക്കാളി ഉണ്ട്, പച്ചമുളകുണ്ട്, പയറും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തെയ്യ് 7 8 ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് വരി നിന്നിട്ട് തെയ്യ് വാങ്ങുകയാണ്. അപ്പോൾ സ്ത്രീകൾക്കാണ് മുൻഗണന. സ്ത്രീകളുടെ പേര് എഴുതി അവരാണ് നമുക്ക് വാർഡ് മെമ്പർ ആയിട്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് കൃഷിഭവനിൽ നിന്ന് ഇറക്കി തരികയാണ് തെയ്യോള്. നമ്മൾ കാശോ അങ്ങനെ ഒന്നും കൊടുക്കണ്ട. ചിലയിടത്ത് പറയും നികുതി ചീട്ട് വേണം എന്നൊക്കെ. നികുതി ചീട്ടൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ തെയ്യോളൊക്കെ ആയിട്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ ഞങ്ങൾ അംഗൻവാടിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇനി തിരിച്ചങ്ങോട്ട് നടന്നിട്ടാണ് പോണത്. അപ്പോൾ നടന്നിട്ട് പോകുന്നത് എളുപ്പ വഴിയാണ്, വേഗം എത്താൻ വേണ്ടിയിട്ട്. ഒരു റബ്ബറും കാടൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അവർ മുന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ നിന്നു. അപ്പോൾ നല്ല തണുപ്പുണ്ട്, അധികം വെയിലൊന്നുമില്ല. ഞങ്ങൾ മഴ പെയ്യുന്നൊക്കെ വിചാരിച്ചോ, മഴയൊന്നും പെയ്തില്ല, ചെറിയ വെയിലും ഉണ്ട്. അപ്പോൾ ചെന്നിട്ട് വേണം തിരുമ്പാനൊക്കെ വിചാരിച്ചിട്ട് വേഗം നടക്കുകയാണ്. നമ്മുടെ നന്ദുവിനെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മേനെയാണ് എപ്പോഴും വികൃതി അടിച്ചുകൊണ്ടാണ് അവൻ മുടി പിടിച്ച് വലിച്ചിട്ടും കടിച്ചിട്ടൊക്കെ. അപ്പോൾ നടന്നിട്ട് എത്തുമ്പോൾ നമ്മുടെ തൊഴിലുറപ്പേര് 13-ാം വാർഡിലെ തൊഴിലുറപ്പേര് അവിടെ ഒരു വീട്ടിൽ കുളം കുത്തുകയാണ്. അപ്പോൾ വെള്ളമുണ്ട് തോന്നുന്നു. അപ്പോൾ മോട്ടറൊക്കെ അടിച്ചിട്ടാണ് അവർ വെള്ളമൊക്കെ കളയണത്. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് അവിടെ എത്താറായി. അപ്പോൾ വേറൊരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ അവരും കൂടി ഞങ്ങളൊപ്പം. ഇത് ഞങ്ങൾ തന്നെ അവിടെ ഉള്ളൊരു പൊന്നത്തക്കുളം പറയും. അപ്പോൾ അതിൽ നിറച്ച് ബ്രഹ്മിയാണ്. ബ്രഹ്മി കാട് പോലെ പിടിച്ച് ബ്രഹ്മി നിറയ്ക്കുകയാണ്. അപ്പോൾ അതൊന്നും ബ്രഹ്മിയൊക്കെ ആ ചേച്ചിക്ക് പൊട്ടിച്ചു കൊടുത്തു. അത് കരയത്തേക്ക് കയറ്റിയിട്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് പൊട്ടിച്ചു കൊടുത്തത്, അല്ല കുളത്തിലേക്ക് ഇറങ്ങുകയൊന്നും ചെയ്തില്ല. അപ്പോൾ ഈ സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇത് ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ വെയിലീമയൊക്കെ ഉണ്ടായിരുന്നു. തൊപ്പക്കായ എന്നൊക്കെ പറയും. അത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രഷ് ഫ്രൂട്ടിൻ്റെ കുരു പോലെ ഉണ്ടാവും. പഴുത്ത നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനതൊക്കെ പൊട്ടിക്കാൻ നിന്നു. അപ്പോഴേക്കും അവർ പോയി നടന്നു മുന്നിൽ. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് നന്ദൂരായിട്ട് മുറ്റത്ത് കൂടെ നടക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെയാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിറച്ചിപ്പോൾ മഴ പെയ്തിട്ട് നമ്മുടെ ചെടിയുടെ തലയൊക്കെ വെട്ടിയായിരുന്നു. അപ്പോൾ നിറച്ച് റോസാപ്പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നന്ദുവിന് ഇപ്പം ഇങ്ങനെ നടക്കാനാണ്, 4 പുറം നടക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വീടിൻ്റെ ഉള്ളിൽ കയറി അപ്പം നിലവിളിയാണ്, പുറത്തിറങ്ങിയ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഏട്ടൻ പോണതിൻ്റെ മുന്നേ കോവയ്ക്ക് പന്തലൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ കോവയൊക്കെ പന്തലിൻ്റെ മുകളിൽ പടർന്നു. അപ്പോൾ കോവ ഉണ്ടാവാൻ തുടങ്ങി. ഇതും കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കോവ വള്ളി കേട്ടോ, നല്ല കോവയ്ക്കാണ്. അപ്പോൾ തെയ്യോളും വാടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ തളിച്ചു കൊടുത്തു. എന്നിട്ട് വീഡിയോ ഞാൻ കാണിച്ചത് നമ്മുടെ വിശേഷങ്ങൾ വീഡിയോ ഇടുകയെന്ന് മാത്രം അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ സമയമില്ല, ഞാൻ ഏത് നേരം ഈ നന്ദുവിനെയും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ടാറ്റ, ബായ്.